പാവകളി നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. കേരളക്കാരുടെ പാവകളി നാം കണ്ട് മടുത്തതിനാൽ രാജസ്ഥാൻകാരുടെ വളരെ രസകരമായൊരു പാവകളി കാണാം. ഈ രാജസ്ഥാനികൾ ആരെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അഭിനയിക്കുന്നവർ ജോസഫ് സ്റ്റീഫൻ, യുവനിക ലാൽ, ഇഷ അജേഷ്, സ്റ്റീവ് ജാക്സൺ, നിവിൻ റജി, മർക്കോസ് മാത്യു, അലക്സ് ബി, ഷാൻ സുനിൽ, അദ്വൈത് വി എ, ആശിഷ് മാത്യു അബീഷ്, അനിക അശോക്, ആഷ്ന മറിയം മത്തായി ആൻഡ് ഇഷാന എസ് മിത്ര. രാജസ്ഥാനിലെ ഒരു കർഷക കുടുംബത്തെ ആധാരമാക്കിയുള്ള ഈ മൂകാഭിനയ നാടകത്തിലേക്ക് നിങ്ങളുടെ നിശബ്ദമായ ശ്രദ്ധയും സഹകരണവും ക്ഷണിക്കട്ടെ. അചഞ്ചലമായ രാജനീതി പോലും അതിഥി സൽക്കാരത്തിന്റെ പുണ്യത്തിൽ ഉദാരമാവുന്നത് എങ്ങനെയെന്നറിയുക. പരിചയമില്ലാത്തവരെ ചാരന്മാരായി കണക്കാക്കുന്നതാണ് രാജനീതി. അവരെ അതിഥികളാക്കുന്നത് രാജ്യദ്രോഹവും. ഈ ദൃശ്യങ്ങളിലേക്ക് അതിഥി ദേവോ ഭവ. ഇത് രാജസ്ഥാനിലെ സിവാപൂർ എന്ന ഗ്രാമം. ഇവിടെ രാം സിംഗ് എന്ന ഒരു കർഷകനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ അധ്വാനിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹനിധിയായ ഭാര്യയായിരുന്നു ദീപ കൗർ. രാം സിംഗിന്റെ എല്ലാ കൃഷികാര്യങ്ങളിലും ദീപ കൗറും അദ്ദേഹത്തെ സഹായിച്ചു. രാം സിംഗ് ആ മരുഭൂമിയെ ഉഴുതുമറിയിച്ച് പൊന്നുവിളയിച്ചു. ഇത് കണ്ട ഗ്രാമവാസികൾ അന്തം വിട്ടു. രാം സിംഗ് തളർന്നില്ല. വീണ്ടും അധ്വാനം തുടർന്നുകൊണ്ടേയിരുന്നു. പൊന്ന് വിളയിച്ചുകൊണ്ടേയിരുന്നു. ഗ്രാമവാസികൾ വീണ്ടും അന്തം വിട്ടു. രാം സിംഗിന്റെ ആത്മാർത്ഥതയും ചുറുചുറുക്കം കണ്ട് ഗ്രാമവാസികൾ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. അദ്ദേഹത്തെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തു. അങ്ങനെ രാം സിംഗ് ആ നാട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തി. എങ്കിലും രാം സിംഗിനും ദീപ കൗറിനും ഒരു വലിയ വിഷമമുണ്ടായിരുന്നു. തങ്ങൾക്ക് കുട്ടികളില്ല എന്ന വിഷമം. തങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാനായി രാം സിംഗും ദീപ കൗറും പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി. ആയുർവേദ അലോപ്പതി മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചു നോക്കി. അങ്ങനെയിരിക്കെ രാം സിംഗിനും ദീപ കൗറിനും ഒരു മകൻ ജനിച്ചു. അവർ അവന് ഭീം സിംഗ് എന്ന് പേരിട്ടു. അങ്ങനെ രാം സിംഗും ദീപ കൗറും ഭീം സിംഗും ചിരിച്ചും കരഞ്ഞും കളിച്ചും കഴിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ ദീപ കൗറും ഭീം സിംഗും തൊട്ടടുത്ത ഗ്രാമമായ ദിൻപൂരിൽ ഉത്സവം നടക്കുന്നുണ്ടെന്നറിഞ്ഞു. അവർ രണ്ടുപേരും ഉത്സവം കാണണമെന്ന് നിർബന്ധിച്ചു. രാം സിംഗ് ആദ്യം എതിർത്തു. ഒടുവിൽ തന്റെ ഭാര്യയുടെയും മകന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഉത്സവം കാണാൻ പോകാം എന്ന് സമ്മതിച്ചു. അങ്ങനെ അവർ മൂന്നുപേരും ദിൻപൂരിലെ ദേശീയ ഉത്സവം കാണാൻ പുറപ്പെട്ടു. ദിൻപൂർ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവം തന്നെ, മഹോത്സവം. ഈ ഉത്സവം കാണാൻ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോയനെ എന്ന് രാം സിംഗ് ആലോചിച്ചു. അപ്പോഴാണ് രാം സിംഗ് ആ കാഴ്ച കണ്ടത്.
ഒരു വയോവൃദ്ധൻ ആൾക്കൂട്ടത്തിനിടയിൽ എന്തെങ്കിലും തരണമേ എന്ന് ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കുന്നു. ചിലർ അയാളെ പുച്ഛിക്കുന്നു, മറ്റു ചിലർ അയാളെ ഉപദ്രവിക്കുന്നുമുണ്ട്. രാംസിംഗ് ആ വൃദ്ധനെ എഴുന്നേൽപ്പിച്ച് വയറു നിറയെ ആഹാരം കൊടുത്തു. അപ്പോഴേക്കും ഉത്സവം കഴിഞ്ഞ് എല്ലാവരും മടങ്ങി തുടങ്ങിയിരുന്നു. രാംസിംഗും കുടുംബവും പോകാൻ തുടങ്ങിയപ്പോൾ തനിക്കാരുമില്ലെന്നും തന്നെ കൂടി കൊണ്ടുപോകണമെന്നും ആ വൃദ്ധൻ അവരോട് പറഞ്ഞു. രാംസിംഗിന്റെ ഭാര്യ ദീപാ കൗർ എതിർത്തു. എന്നാൽ രാംസിംഗ് അതൊന്നും വകവെക്കാതെ തന്നോടൊപ്പം അയാളെയും കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി. രാംസിംഗ് ആ വൃദ്ധനെയും കൊണ്ട് വീട്ടിലെത്തി. ദിവസങ്ങൾ കടന്നുപോയി. രാംസിംഗ് തന്റെ അച്ഛനെ പോലെ ആ വൃദ്ധനെ പരിചരിച്ചു. അങ്ങനെയിരിക്കെ കൊട്ടാരത്തിൽ നിന്നും ഒരു വിളംബരം കേട്ടു. മാന്യമഹാജനങ്ങളെ, രാജാവ് അറിയിക്കുന്ന വിളംബരം എന്തെന്നാൽ രാജ്യാതിർത്തിക്കുള്ളിൽ ചാരന്മാർ കടന്നിരിക്കുന്നു. പരിചയമില്ലാത്ത ആരെ കണ്ടാലും കൊട്ടാരത്തിൽ വിവരം അറിയിക്കുക. ആരെങ്കിലും ഇത്തരം ചാരന്മാരെ വീട്ടിൽ താമസിപ്പിക്കുകയോ രഹസ്യമാക്കി വെക്കുകയോ ചെയ്താൽ വധശിക്ഷയിൽ കുറഞ്ഞ യാതൊരു ശിക്ഷയും ഉണ്ടാവില്ല. ഉടൻ തന്നെ ദീപാ കൗർ രാംസിംഗിനോട് ദേഷ്യപ്പെട്ടു. താൻ അന്നേ പറഞ്ഞതാണ് ഇത്തരക്കാരെ വിശ്വസിക്കരുത്. ഉടൻ തന്നെ ഈ വൃദ്ധനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞുവിടണമെന്ന് ദീപാ കൗർ രാംസിംഗിനോട് നിർബന്ധിച്ചു. എന്നാൽ രാംസിംഗ് ഈ വൃദ്ധൻ വഴിതെറ്റി വന്ന അനാഥനാണെന്നും ഈ അവസ്ഥയിൽ ഇയാളെ പറഞ്ഞുവിട്ടാൽ രോഗം മൂർച്ഛിച്ച് വഴിയരികിൽ കിടന്ന് മരിക്കുമെന്നും എന്റെ തല പോകുന്നെങ്കിൽ പോകട്ടെ എന്നും പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും രാജഭടന്മാർ അവിടെ എത്തി. ഒരു വൃദ്ധൻ ഈ വീട്ടിൽ താമസിക്കുന്നുവെന്ന രഹസ്യ വിവരം കൊട്ടാരത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അവർ രാംസിംഗിനെ വിലങ്ങുവച്ചു. ഇത് കണ്ട ദീപാ കൗറും ഭീംസിംഗും അലമുറയിട്ട് കരഞ്ഞു. രാംസിംഗ് അവരെ സമാധാനിപ്പിച്ച് ഭടന്മാരോട് ഇങ്ങനെ പറഞ്ഞു: ഈ പാവം വൃദ്ധൻ എന്റെ അതിഥിയാണ്, തന്നെ വധിച്ചോളൂ, പക്ഷേ ഈ പാവത്തിനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ രാംസിംഗിനെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ആ വയോവൃദ്ധൻ നിവർന്നു നിന്നു. തന്റെ പൂതപ്പ് വലിച്ചു മാറ്റി. ഭടന്മാർ കുമ്പിട്ടു നിന്നു. രാംസിംഗും ദീപാ കൗറും ഭീംസിംഗും ഇത് കണ്ട് ഞെട്ടി. നാമാണ് ഈ സിവാപൂരിലെ രാജാവെന്നും രാംസിംഗിന്റെ മനുഷ്യത്വത്തിൽ നാം സംപ്രീതനായിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാജാവ് രാംസിംഗിനും കുടുംബത്തിനും ആഭരണങ്ങളും രത്നങ്ങളും നൽകി. ആഘോഷങ്ങൾക്കിടയിലും ആപത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ മറക്കരുത് എന്ന സന്ദേശമാണ് രാംസിംഗ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന് മഹാരാജാവ് പറഞ്ഞു. മഹാരാജാവ് രാംസിംഗിനും കുടുംബത്തിനും എല്ലാവിധ മംഗളങ്ങളും നൽകി കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ രാംസിംഗും ദീപാ കൗറും മകൻ ഭീംസിംഗും ആ നാട്ടിൽ സുഖമായി ചിരിച്ചും കരഞ്ഞും കളിച്ചും ഏറെക്കാലം കഴിഞ്ഞു.